ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 4 മണി ചായക്ക് പറ്റിയ ഒരു വടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉഴുന്ന് വടയല്ല, ഉഴുന്നില്ലെങ്കിലും നമുക്ക് ചായക്ക് നല്ലൊരു വട ഉണ്ടാക്കി കഴിക്കാം. അത് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വട ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്, നല്ലൊരു വടയാണ്. ഉഴുന്നില്ലെങ്കിലും നമുക്ക് വട ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതിലാദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം രണ്ടാമത് 1 കപ്പ് അവലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഈ അവൽ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ അവലിൽ വല്ല അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി നമുക്ക് വെള്ളം വാലാനായിട്ട് വെക്കാം കേട്ടോ. വെള്ളം വാന്ന് അതൊന്ന് നല്ലപോലെ ഒന്ന് പാകാവാനായിട്ട് നമുക്കത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ തയ്യാറാക്കാം. ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അവലുണ്ടല്ലോ, ആ അവലൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ആ പൊട്ടറ്റോ പുഴുങ്ങിയത് ചേർത്ത് കൊടുത്തു. സബോള ചെറുതായി അരിഞ്ഞതും അതും ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ്, അല്പം എരിവിന് വേണ്ടി 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ കയ്യിൽ തടവി കൊടുത്തത്. കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തടവി കൊടുത്തത്. എന്നിട്ട് എല്ലാം നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തത്. വീണ്ടും എല്ലാം നല്ല പോലെ കുഴച്ച് കൊണ്ടുവന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ കുഴച്ചെടുത്തു. നല്ല പോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അതിൽ നിന്ന് കുറച്ചൊരു ഭാഗം ഇതിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തു കേട്ടോ. അതാ കുറച്ചെടുത്തിട്ട് ഒരു ഉരുളയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തു. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തു. സാധാരണ ഉഴുന്നുവടയ്ക്ക് നമ്മൾ പരത്തിയെടുക്കുമല്ലോ, ഉഴുന്നുവടയുടെ ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോള് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. കൈവിരലുകൊണ്ട് തന്നെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ പരത്തി എടുത്തു കേട്ടോ. ഇതാ എല്ലാം ഞാനിങ്ങനെ പരത്തിയെടുത്തു. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വട ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. 4 വട ഞാനിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതാ അങ്ങനെ ഒരു ഭാഗം അങ്ങനെ വെന്ത് വന്നപ്പോൾ മറിച്ചിട്ടു കേട്ടോ.
വീണ്ടും അടിഭാഗം കൂടി വെന്ത് വന്നപ്പോൾ അത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. ഉഴുന്നില്ലെങ്കിലും നമുക്ക് ചായക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട നമുക്ക് തയ്യാറാക്കാം. നല്ല ക്രിസ്പി ടേസ്റ്റി ആയ ഒരു വടയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.